മിവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 60 ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിഷുവിനോടനുബന്ധിച്ച് സർക്കാർ വിതരണം പ്രഖ്യാപിച്ച ഏപ്രിൽ മാസത്തെ ആദ്യഘട്ട വിതരണമാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക ലഭ്യമായ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിഷു ഈസ്റ്റർ പ്രമാണിച്ചിട്ടുള്ള വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ ഇന്നലെ മുതൽ ആരംഭിച്ചത്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾക്ക് പുറമെ സർക്കാരിന്റെ വിഹിതം കൂടാതെ കേന്ദ്ര വിഹിതം കൂട്ടിച്ചേർത്ത് പെൻഷൻ തുക ലഭിക്കുന്ന NSIP പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിഷുവിനോടനുബന്ധിച്ച് 200 മുതൽ 500 വരെയുള്ള കേന്ദ്ര വിഹിതം എത്തിച്ചേരും. ഇതിനായി 23.3 കോടി രൂപ അനുവദിച്ചതായി സംസ്ഥാന ധനവകുപ്പ് വ്യക്തമാക്കി. ക്ഷേമ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി 2000 കോടി രൂപയുടെ വായ്പാ ലേലം കഴിഞ്ഞ ദിവസം മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈക്ബർ പോർട്ടൽ വഴി നടന്ന സാഹചര്യത്തിലാണ് പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. 26.6 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി വീട്ടിലെത്തിയും പെൻഷൻ തുക കൈമാറും. 1600 രൂപ വീതമാണ് ആദ്യഘട്ടം വിതരണം ചെയ്യുന്നത്. അത് പൂർത്തിയായ ശേഷം ഏപ്രിൽ അവസാന വാരത്തോടു കൂടി രണ്ടാം ഘട്ട വിതരണം പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ നേരത്തെ തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന തീരുമാനം വരും ദിവസങ്ങളിലായി പുറത്തുവരും. വിഷുവിന് മുന്നോടിയായി പരമാവധി വിതരണം പൂർത്തിയാക്കുവാനാണ് തീരുമാനം. ആദ്യഘട്ട വിതരണം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും രണ്ടാം ഘട്ട വിതരണം ആരംഭിക്കുക. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും. പെൻഷനും മറ്റു സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.